അള്ളാഹുവിൻ്റെ നിയമങ്ങളെ വിസ്മരിച്ച് പ്രവാചക പാഠങ്ങളെ ധിക്കരിച്ച് അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജ നിയമങ്ങളുണ്ടാക്കി അള്ളാഹുവിൻ്റെ ദീനാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ അവരാണ് ഫഇൻ കദ്ദബൂക നിന്നെ തള്ളിക്കളയുന്നവർ എന്ന് പറയുന്നത് അവരാണ്. അതായത് ഇതാണ് ശരിയായ ദീൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഈ ആളുകൾ. അവരോട് പറയുക ഫഖുൽ അവരോട് പറയണം റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്. അതായത് അവർ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തുടർന്ന് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. അവരെ ആരും തടയുന്നില്ലല്ലോ, അവരെ കൈ പിടിക്കുന്നില്ല. അതെന്തുകൊണ്ട്? സാധാരണ മനുഷ്യന്മാരുടെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയാം അള്ളാഹു ദൂ റഹ്മത്തിൻ വാസിഅ. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് അതിവിശാലമാണ്. അതിവിശാലം നമ്മൾ പറയുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു ചെറിയ സംഗതി അല്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലാ യുറദ്ദു ബഅ്സുഹു അവൻ്റെ അള്ളാഹുവിൻ്റെ ശിക്ഷ ആരാലും തടയപ്പെടുക സാധ്യമല്ല. ആ ശിക്ഷ വന്നാൽ പിന്നെ അത് തടയുക സാധ്യമല്ല. അതുകൊണ്ട് ഈ മനുഷ്യർക്ക് ഇതിൽ നിന്ന് തിരിച്ചു നടക്കാനുള്ള ധാരാളം സമയം അള്ളാഹു കൊടുക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് ഇതിൽ. നമുക്ക് ഒരു വ്യക്തിക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും അള്ളാഹു പല അവസരങ്ങൾ കൊടുക്കും. ഇപ്പോൾ നമ്മളുടെ ആരോഗ്യം സുസ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ നമുക്കതങ്ങനെ തരുമ്പോൾ ഒരു പോക്കങ്ങ് പോകും. അതിൽ നമ്മൾ തീരെ ചിന്തിക്കുകയോ ഒന്നും ചെയ്യില്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇതൊക്കെ കിട്ടിയെന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങ് പോകും. അങ്ങനെ ആ പോക്ക് പോകുമ്പോൾ ഒരു പക്ഷേ അള്ളാഹു ഒന്ന് പിടിക്കും. അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തും, സമ്പത്തും നഷ്ടപ്പെടുത്തും, സൗകര്യങ്ങളും നഷ്ടപ്പെടുത്തും, പ്രയാസത്തിലകപ്പെടുത്തും. എന്തിനാ? അപ്പോഴെങ്കിലും അയാളൊന്ന് തിരിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയും കുറേ കെടുത്തി വെക്കും. അങ്ങനെയൊക്കെ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണെന്ന്. കാരുണ്യത്തിൻ്റെ തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അപ്പം നമ്മളൊക്കെ സാധാരണ കേൾക്കുമല്ലോ, പടച്ചോൻ എന്നൊരു ബുദ്ധിമുട്ടും കൂടാതെ അങ്ങോട്ട് മരിപ്പിച്ചാൽ മതി എന്നൊക്കെ. അതൊന്നും അത്തരം ഒരു ശരിയുള്ള വർത്താനമല്ല. കാരണം ചില ബുദ്ധിമുട്ടുകളാണ് ചില തിരിച്ചറിവുകളിലേക്കൊക്കെ നമ്മളെ എത്തിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ വ്യാപകമായി കേൾക്കുന്നതാണ്. അങ്ങനെ കെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നാൽ അവിടെ പോയിട്ട് എന്തോ എടുത്തച്ചമാതിരി ഈ വർത്താനേ. അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ അള്ളാഹുടെ കാരുണ്യത്തിൻ്റെ ഭാഗമായി കാണാൻ ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. നമുക്ക് വ്യക്തിക്ക് മാത്രമല്ല, ഈ സമൂഹത്തിനും കഴിയണം. അങ്ങനെ കഴിയുമ്പോഴേ നമ്മൾക്ക് വരുന്ന ഈ സമൂഹത്തിന് വരുന്ന പ്രയാസങ്ങളൊക്കെ ഇത് അള്ളാഹുവിൻ്റെ അതിവിശാലമായ ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഗതികൾ. ഇതിങ്ങനെ നമ്മളിത് കണ്ടില്ലെങ്കിൽ വെച്ചാൽ ഇതങ്ങ് പോകും. ഇതങ്ങനെ പോയിട്ട് എന്താ ചോദിച്ചാൽ അനിൽ ഖൗമിൽ മുജ്രിമീൻ കുറ്റവാളികളായ ഈ സമൂഹത്തിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ തടയുന്ന വേറൊന്നുമില്ല. ഈ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ നീട്ടിയിടൽ മാത്രമേ ഉള്ളൂ എന്ന്. അവിടേക്കാണ് ഇപ്പം നമ്മളീ പോകുന്നത്. നമുക്കിങ്ങനെ നീട്ടി പോയിട്ട് നമ്മൾ ശിക്ഷയിൽ പോയി അങ്ങ് പതിക്കും. അതായത് കുറ്റവാളികളായ ഈ സമൂഹം, സാധാരണ മനുഷ്യർ, നമ്മളെപ്പോലെയുള്ള ഈ മനുഷ്യർ ഈ സംഗതികളിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എന്താ ചോദിച്ചാൽ ഈ കൗമ് പോയി നശിക്കും എന്നുള്ളതാണ്. ഈ സമൂഹം പോയിട്ട് നശിക്കും. അപ്പം ഈ സാധാരണ മനുഷ്യർക്ക് വലിയ ഉത്തരവാദി ഉണ്ട്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് ഈ പൗരോഹിത്യവും ഈ മേലാളന്മാരൊക്കെ നിശ്ചയിച്ചു തരുന്ന ഈ നിയമങ്ങൾക്കനുസരിച്ച് നമ്മളിങ്ങനെ ആടിക്കൊടുത്താൽ ഈ സമൂഹം മൊത്തം നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉത്തരവാദിത്വം എന്താ ചോദിച്ചാൽ അത് പറ്റില്ലെന്ന് പറയാൻ നമുക്ക് സാധാരണ മനുഷ്യർക്ക് കഴിയേണ്ടതുണ്ട്. നാടോടുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ഓടലാണ് ശരി എന്നാണ് നമ്മൾ വിചാരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ നാശത്തിലേക്ക് പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഈ നാട്ടു നടപ്പനുസരിച്ച് എന്താണോ ഈ സമൂഹം ഇങ്ങനെ ചെയ്യണത് അതിൻ്റെ പിന്നാലെ പോകൽ നമ്മുടെ ഡ്യൂട്ടിയല്ല. അതിനെതിരെ അള്ളാഹു എന്താണോ പറയുന്നത്, റസൂൽ എന്താണോ പഠിപ്പിച്ചത്, അതിൻ്റെ പിറകെ നമ്മൾ നിൽക്കണം. അതിൻ്റെ പിറകെ നിൽക്കാൻ കുറച്ച് പ്രയാസങ്ങളുണ്ട്. ചില സംഗതികളൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ചില വിമർശനങ്ങൾ, അങ്ങനത്തെ കുറ്റപ്പെടുത്തലുകൾ ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ആ കേൾക്കേണ്ടി വരില്ല. അത് തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് ഇനി പ്രതിഫലം തരണത്. അല്ലെങ്കിൽ ഇതൊക്കെ നല്ല സൗകര്യം അണിച്ചെങ്കിൽ ഇതിനെന്തിന് പ്രതിഫലം തരണം? ഒന്നുമില്ല. അപ്പോൾ അത് നമ്മളുടെ ഈ കൗമിൻ്റെ ഭാഗമാണ്. കൗമ് കുറ്റവാളികളാകുമ്പോഴാണ് ഈ നേതൃത്വത്തിന് ഇതൊക്കെ വലിയ സൗകര്യമാവുന്നത്. കൗമ് എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുമ്പോൾ ആടുകളെപ്പോലെ തെളിക്കപ്പെടുമ്പോൾ ഈ കൗമ് മൊത്തത്തിൽ അതിലേക്ക് പോകുന്നു. ആ
കുറ്റവാളികളായ കൗമിൻ്റെ മേലിൽ നിന്ന് ശിക്ഷ തടയുന്ന യാതൊരു സംഗതികളും ഉണ്ടാവില്ല. ഇനി അവർ പറയുന്ന വേറെ ചില ന്യായങ്ങളാണ്. അതായത് ആസ്തികരെന്ന് പറയുന്നത്, ആസ്തികരെന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട്, ദൈവമുണ്ട് എന്ന് പറയുന്ന ആളുകൾ, അവർ തന്നെ അവരുടെ തന്നെ ഒരു ന്യായ. ഇതാണ് നമ്മൾ ഈ മുഅ്തസിലികൾ എന്നൊക്കെ കേട്ടില്ലേ, സ്വാതന്ത്ര്യം വിധി എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ വലിയ ചർച്ചകളും പിന്നെ ഗ്രീക്ക് തത്വശാസ്ത്രം, ക്രിസ്ത്യൻ ദൈവശാസ്ത്രം ഒക്കെ കൂടി ഇടപെട്ട് ആകെ കൊളാക്കിയ വിഷയങ്ങളാണ് ഇതൊക്കെ. സയഖൂലുല്ലദീന അശ്റകൂ, ഈ ശിർക്ക് ചെയ്യുന്നവർ പറയും, നിന്നോട് പറയും, ലൗ ഷാ അള്ളാഹു, അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ, അതായത് മാ അശ്റക്ന, ഞങ്ങൾ ഈ ശിർക്ക് ചെയ്യുമായിരുന്നില്ല. ഞങ്ങൾ ഈ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അനുവാദമുണ്ട്. ഇതൊക്കെ ഉള്ളതോടുകൂടിയാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത്. ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നത് അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ, അള്ള കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹുടെ അനുവാദമില്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നാണ് ചോദിക്കണത്. അത് അവരുടെ ന്യായമാണ്. വലാ ആബാവുന, ഞങ്ങളുടെ പൂർവീകരും ചെയ്തത് ഈ അള്ള അനുവദിച്ചിട്ടാണ്. ആ ന്യായം അവർ പറയും. ഇതിപ്പോഴും പറയുന്നുണ്ട്, അന്നും പറയുന്നുണ്ട്, ഇപ്പോഴും ന്യായമുണ്ട്. ഇപ്പോൾ ആസ്തികരും നാസ്തികരും ഒക്കെ പറയുന്നത് ഈ ന്യായങ്ങൾ. അള്ളാഹു ഇതൊക്കെ അനുവദിച്ചിട്ടാണ് വെച്ചെങ്കിൽ പിന്നെ ഞങ്ങളിതെങ്ങനെ ചെയ്യാമെന്നാണ് ഈ ചോദിക്കുന്നത്. ഇതന്നെയാണ് ആ കാലത്തുണ്ടായ തർക്കങ്ങൾ. അതിന് അള്ളാഹ് പറയാം, അതാ പറയുന്നത്, വലാ ഹറംനാ മിൻ ഷൈഇൻ, ഞങ്ങൾ ഇന്ന സാധനങ്ങൾ ഹറാമാണെന്ന് പറയുകയും ഇന്ന സാധന കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറയുകയും ഒന്നും ചെയ്യുമായിരുന്നില്ല. ഇതൊക്കെ അള്ളാഹ് അനുവദിച്ചത് കൊണ്ടും അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്നത് കൊണ്ടുമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതിന് അള്ളാഹു നേരിട്ട് മറുപടി പറയുന്നില്ല. അള്ളാഹ് പറയുന്നത് വേറൊന്നാണ്. കദാലിക കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരും ഇതേപോലെ ഈ പ്രവാചകന്മാർ വന്ന് അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരും ഇതേ ന്യായം പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ്. നമ്മൾ ചരിത്രത്തിൽ നശിച്ചുപോയ സമൂഹങ്ങളെക്കുറിച്ച് നിരവധി കേൾക്കാം. അപ്പം നമ്മൾ ഖുർആനിൽ തന്നെ പറയുന്ന ആദ്, സമൂദ്, ഫറോവയുടെ ആളുകൾ, ഖുർആനിൽ പറയാത്ത പോംബിയോക്കാർ, അല്ലെങ്കിൽ മോഹൻജദാരോ, ഹാരപ്പ, ഇന്നിപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ 1000-3000 കൊല്ലം 5000 കൊല്ലമൊക്കെ മുമ്പ് നശിച്ചു പോയ എത്രയോ നാഗരികതകൾ ഇങ്ങനെ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് ഭൗതികമായ എല്ലാ അർത്ഥത്തിലും വലിയ പുരോഗതി പ്രാപിച്ച ഈ സമൂഹങ്ങൾ പിന്നെ ഭൗതിക പുരോഗതിയുടെ ഉത്തുംഗതയിൽ നശിക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമാണെങ്കിലും നശിക്കാൻ പാടില്ല. അത് പിന്നെ എങ്ങനെ നശിച്ചു എന്നായി ചോദിക്കുന്നത്. അതിന് മറുപടി പറയണമല്ലോ. ഈ സമൂഹങ്ങൾ എങ്ങനെ നശിച്ചു? അള്ളാഹ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ പിന്നെ നശിക്കാൻ പാടില്ലല്ലോ, അതങ്ങനെ നിൽക്കേണ്ടതല്ലേ. അപ്പോൾ അതായത് ദൈവവിശ്വാസികളായ ആളുകളോട് തന്നെ ഈ അള്ളാഹ് ചോദിക്കുന്നത്. ദൈവവിശ്വാസികളായ അള്ളാഹ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളോട് തന്നെയാണ് ഈ ചോദിക്കുന്നത്, എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നാണ്. അവരും ഇതേമാതിരി ഈ പ്രവാചകന്മാർ വന്നിട്ട് ഈ മുന്നറിയിപ്പുകളൊക്കെ നടത്തിയപ്പോഴും അവർ ഈ ന്യായമൊക്കെ പറഞ്ഞിട്ട് ഹത്താ ദാക്കൂ ബഅ്സന, ഈ ശിക്ഷ വരുന്നത് വരെ, അത് നേരിട്ട് രുചിക്കുന്നത് വരെ ഈ വാദത്തിൽ ഉറച്ചു നിന്നു എന്നാണ്. ഈ നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളൊക്കെ അങ്ങനെ നിന്നോരാ. അത് നൂഹ് നബിയുടെ സമൂഹമായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് നമുക്കും ബാധിക്കുക എന്നാണ് ഈ പറയുന്നത്. ഈ പ്രവാചകനെ പിന്തുടർന്നില്ലെങ്കിൽ, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ പ്രവാചകനെ പിന്തുടർന്നില്ലെങ്കിൽ നമ്മളും പോകുന്നത് ഈ ബഹ്സിലേക്കാണെന്നാണ്. ഈ ബഹ്സ് രുചിക്കുന്നത് വരെ നമ്മളും ഈ തന്ത്രമൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും നിൽക്കുന്നു. കുൽ, പറയൂ, ഹൽ ഇന്ദക്കും, നിങ്ങളുടെ അടുക്കലുണ്ടോ, മിൻ ഇൽമിൻ, വല്ല അറിവുമുണ്ടോ? അതായത് അറിവ് എന്ന് പറയുമ്പോൾ പോലെ അള്ളാഹു പറഞ്ഞതായിരിക്കണം, പ്രവാചകന്മാർ പഠിപ്പിച്ചതായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയും യുക്തിയും വെച്ച് നമ്മൾ കൃത്യമായി എത്തുന്നതായിരിക്കണം. ഇതിൽ ഏതെങ്കിലും നിലക്ക് ഒരു അറിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഫതുഖ്രിജൂഹു ലനാ, എങ്കിൽ ഞങ്ങൾക്ക് അതൊന്ന് പുറത്തെടുത്ത് കൊണ്ടുവരുന്നു. അള്ളപ്പോൾ വെല്ലുവിളിക്കുക. നമ്മൾ ഈ ഇങ്ങനെ പറയുന്ന ആളുകളുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? അള്ളാഹു അങ്ങനെ വേദത്തിലൂടെ പറഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ പ്രവാചകന്മാരങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ യുക്തിഭദ്രമായി നിങ്ങൾക്കങ്ങനെ തെളിയിപ്പിക്കാൻ കഴിയുമോ? ഇൻ തത്തബിഊന ഇല്ലവന്ന, നിങ്ങൾ ഭാവനയെ പിൻപറ്റുകയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തിലൊക്കെ ഭാവനയാണ്. ഓരോരുത്തർക്കും ഓരോ ഭാവനകളാണ്. ആ ഭാവനകൾ, എണ്ണമറ്റ ഭാവനകൾക്ക് മുകളിലാണ് ഈ വക കഥകളും കാര്യങ്ങളൊക്കെ ഈ വെച്ച് കെട്ടുന്നത്. ഇൻ അൻതും ഇല്ലാ തഖ്റുസൂൻ, നിങ്ങൾ മതിക്കുകയാണ്. അതായത് ഒരു മതിപ്പ് കണക്കാക്കുകയാണ് ഇക്കാര്യത്തിലൊക്കെ ചെയ്യുന്നത്. അല്ലാതെ കൃത്യമായി
ഒരു കൃത്യമായൊരു അടിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ പറയുന്നതൊന്നും. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഭാവനയിൽ തോന്നുന്ന കഥകളുണ്ടാക്കുന്നു, അതിനനുസരിച്ച് പറയുന്നു, എന്നിട്ടതങ്ങനെ പറയുന്നു. ഒരു പറച്ചിലല്ലാതെ ഈ ഖുർആൻ പറയുന്നത് പോലെ പറയാൻ ആർക്കാണ് ഇവിടെ പറ്റുക? ഈ ഖുർആൻ പറയുന്നത് പോലെ ഇത് ഇത്ര വ്യക്തമാക്കിയിട്ടും ക്ലിയറാക്കിയിട്ടും ബുദ്ധിപരമായിട്ടും ഇത് പറയാൻ ഒരു സംഗതിക്കും ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ്. ഒന്നുപോലെ അടിമുടി നിഷേധിക്കുക, അല്ലെങ്കിൽ അവഗണിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക, പരിഹസിക്കുക, ഇങ്ങനെ ചില സംഗതികളല്ലാതെ ഈ ഖുർആൻ നമ്മളിപ്പോൾ ഏതൊരു സംഗതികൾ നമ്മളൊരു ഏതൊരു ഗ്രന്ഥം ഈ വക വിഷയങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഏതൊരു സംഗതി നമ്മൾ വായിച്ചാലോ നമ്മളൊരു കൺഫ്യൂഷനിലേക്ക് പോയി പെടുക എന്നല്ലാതെ ഒരു ക്ലാരിറ്റിയിലേക്ക് വരില്ല. അത് നമ്മളങ്ങനെ വായിച്ച് ശീലമുണ്ടെങ്കിൽ ആർക്കും അത് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഈ ഖുർആൻ എത്രമാത്രം നമ്മൾ വായിക്കുന്നോ അത്രയും നമ്മൾ ക്ലാരിറ്റിയിലേക്കാണ് പോവുക, കൺഫ്യൂഷനിലേക്കല്ല. അത് ഈ ഖുർആൻ്റെ വലിയ ഒരു പ്രത്യേകത. അത് ഏത് വിഷയത്തിനെക്കുറിച്ചാലും നമ്മൾ എത്ര ചിന്തിക്കുമ്പോഴും നമ്മൾ ക്ലാരിറ്റിയിലേക്കല്ല, അതിലേക്ക് മാത്രമേ വരൂ. ഒരു കൺഫ്യൂഷൻ പോവുക എന്നല്ലാതെ അങ്ങനെ നമ്മൾ വേറെ ഏത് ഗ്രന്ഥം വായിച്ചാലും നമുക്ക് കിട്ടണില്ല. മറ്റതൊക്കെ ഒരു ഭാവന മുന്നോട്ട് വെക്കും, അല്ലെങ്കിൽ ചില നിഗമനങ്ങൾ വെക്കും. പക്ഷേ അതിൻ്റെ ഒന്നും പിന്നാലെ പോയാൽ ഒരു പരിഹാരം എന്ന് പറയുന്ന സംഗതി നമുക്കൊരിക്കലും കിട്ടില്ല. അതൊക്കെ ഈ ആയത്തുകൾ വെക്കുമ്പോൾ നമ്മൾ ആ വക സംഗതികളൊക്കെ മുന്നിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വായിച്ചാൽ, നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ ചിന്തിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതേപടി നമ്മളുടെ ബുദ്ധിക്കും യുക്തിക്കും ബോധ്യപ്പെടുന്ന വിധത്തിലാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. ഇനി അള്ളാഹുവരോട് പറയാം ഈ ഭാവനകളുടെയും ഈ സംഗതികളുടെയും ഒന്നും പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ, അതായത് നമ്മളുടെ മനുഷ്യന്മാരുടെ ജീവിതം ലക്ഷ്യത്തിലേക്ക് കുറിക്കുകൊള്ളുന്ന ആ ഒരു ന്യായം അള്ളാഹുവിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്ന്. നമ്മൾ മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മളൊരു സവിശേഷമായ സൃഷ്ടിയാണ്. ആ സവിശേഷമായ സൃഷ്ടിക്ക് സവിശേഷമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് സവിശേഷമായ ഹിദായത്തുമുണ്ട്. മറ്റുള്ള എല്ലാ സൃഷ്ടികൾക്കും ഒരു ഹിദായത്തുണ്ട്, അതേ ഒരു ഹിദായത്ത് നമുക്കുമുണ്ട്. എന്നാൽ നമുക്ക് രണ്ടാമതൊരു ഹിദായത്തുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ മൂല്യം ഈ ഭൂമിയിൽ അവസാനിക്കില്ല എന്നുള്ളതാണ്. നമ്മളുടെ പണിയും ഈ ഭൂമിയിൽ അവസാനിക്കില്ല, നമ്മൾ ഈ ഭൂമി കൊണ്ട് അവസാനിക്കില്ല. ഭൂമി കൊണ്ട് അവസാനിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് രണ്ടാമതൊരു ഹിദായത്തിൻ്റെ ആവശ്യമുണ്ട്. അതാണ് നമ്മൾ റിസാലത്ത് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം എന്ന് പറയുന്നത്. മനുഷ്യന് അങ്ങനെ ഒരു തഖ്വീമുണ്ട്, ഒരു ഏറ്റവും ഉന്നതമായൊരു തഖ്വീമുണ്ട്. അതേ സമയത്ത് ഇത് ഏറ്റവും നാശത്തിലേക്കും പോകാനുള്ള ഈ സംഗതിയുണ്ട്. ഇത് ഈ രണ്ട് സന്നദ്ധതകൾ ഒരേ സമയം വെച്ച് കൊടുത്തിട്ടുള്ള ഒരു സാധനമാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ എന്ന് പറയുന്നത്. ഈ മനുഷ്യനിൽ ഫുജൂറുമുണ്ട്, തഖ്വയുമുണ്ട്. അതായത് നന്നാവാനുള്ള സന്നദ്ധതയുണ്ട്, ചീത്താവാനുള്ള സന്നദ്ധതയുമുണ്ട്. ഇത് മനുഷ്യരിലേക്ക് മാത്രമുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് സവിശേഷമായൊരു സൃഷ്ടിയാണ്. ഈ സൃഷ്ടിക്ക് സവിശേഷമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഈ അള്ളാഹുവിൽ നിന്നല്ലാതെയുള്ള ന്യായങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. അള്ളാഹുവിൻ്റെ ന്യായമല്ലാത്ത ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇത് ഈ ന്യായം. ബാക്കിയുള്ളതൊക്കെ ഊഹങ്ങളാണ്. അള്ളാഹു പറയുന്ന സംഗതികളെ നടക്കുള്ളൂ. ബാക്കിയുള്ളത് ഊഹങ്ങളായി നിൽക്കും, വ്യാമോഹങ്ങളായി നിൽക്കും. അങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ പിന്നാലൊന്നും പോണ്ട എന്നാണ് ഈ മനുഷ്യന്മാരോട് അള്ളാഹ് പറയുന്നത്. ഇത് നമ്മൾ ആ മുശ്രിക്കീങ്ങളെ പിടിച്ചിട്ട് അവരുടെ വിഗ്രഹാരാധനയുടെ കാര്യത്തിൽ മാത്രമൊന്നല്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ എത്ര ശതമാനം അള്ളാഹുവിനെ ഫോളോ ചെയ്യുന്നുണ്ട്, റസൂലിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ബഹുഭൂരിഭാഗവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പരിസരങ്ങളിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഇശാ നമസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്തിന് ആളില്ല. അതേ സമയത്ത് പള്ളിക്കൽ ആൾ പോലും മൗലൂദിന് വീട്ടിൽ ഇശാ നമസ്കാരത്തിൻ്റെ ജമാഅത്ത് ഒഴിവാക്കിയിട്ട് മൗലൂദ് ചെല്ലുന്നു. ആര് കൊടുത്തത്? അള്ളാഹ് പറഞ്ഞതാ? റസൂൽ പഠിപ്പിച്ചതല്ല. നമ്മളുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുന്നു. നമ്മളുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ രീതികൾ, നമ്മളുടെ ആചാരങ്ങൾ, അതായത് അള്ളാഹുവിനെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് കൊടുത്തിട്ട് നമ്മളെന്താ വിചാരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ലക്ഷ്യം പ്രാപിക്കുന്ന ഏത് ലക്ഷ്യം?
പരലോകത്തിൻ്റെ ലക്ഷ്യം പ്രാപിക്കുന്നു നമ്മൾ വിചാരിക്കുക. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, കുൽ ഹൽ ഉനബ്ബിഉക്കും ബിൽ അഖ്സരീന അഅമാല, അതായത് അമലുകളൊക്കെയും നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടരെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അല്ലദീന വല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ കുറേ കാര്യങ്ങളങ്ങ് ചെയ്യുന്നു, അവർ തന്നെ തീരുമാനിക്കുന്നു അത് നല്ലതാണെന്ന്. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, റസൂല് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ സ്വയം ഈ പൗരോഹിത്യവും ബാക്കിയുള്ളവരും കൂടി ഈ മനുഷ്യർക്ക് ദീൻ എന്ന പേരിൽ കുറേ സംഗതികൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു 90% മേലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ദീനായിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ വെച്ചിട്ട് ഒരു മനുഷ്യർക്കും അതിൻ്റെ ലക്ഷ്യം പ്രാപിക്കാൻ കഴിയില്ല. അതൊക്കെ അള്ളാഹ് കൃത്യമായി പറയാം. ഇതിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് നമുക്ക് ഈ സമയം നീട്ടിത്തരുന്നത്. നമ്മളതിൽ പരിഗണിച്ചില്ല, നമ്മളത് ശ്രദ്ധിച്ചില്ല എന്ന് വിചാരിച്ചാൽ അള്ളാഹ്ക്ക് ഒരു നഷ്ടമുണ്ടാവാൻ പോണില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത് സുനിശ്ചിതങ്ങളാണ്. കാരണം അത് സർവജ്ഞതയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പുനരാലോചന ഉണ്ടാവില്ല. അതും കൂടി മനസ്സിലാക്കാം. നമ്മൾക്കൊക്കെ പലരും പുനരാലോചിക്കേണ്ടത് വരുന്നത് നമ്മുടെ ജ്ഞാനത്തിൻ്റെ പ്രശ്നമാണ്. നമ്മളൊന്നും സമ്പൂർണ്ണമായി അറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ പുരോഗതിയും അത് തന്നെയാണ്. ഏത് അടിക്കടി പുരോഗതിക്കണം എന്താ ചോദിച്ചാൽ ഇന്നലത്തെ ഇല്ലാത്ത അറിവ് ഇന്ന് കിട്ടുന്നത് കൊണ്ടാണ്. അള്ളാഹുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പരമാവധി നീട്ടി നൽകുന്നത് അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പുനരാലോചന ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എവിടെ എത്തുന്നോ ആ അജലും മുസമ്മയുണ്ടല്ലോ, നമുക്ക് തീരുമാനിക്കപ്പെട്ട ആ അവധി വരെ മാത്രമേ നമുക്ക് ഈ അനുവാദം കിട്ടുക. അത് കഴിഞ്ഞാൽ കിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയും നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ടാണ് ഈ ഹുജ്ജത്തുൽ ബാലിഗ, അതായത് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ ന്യായം പറയാൻ ആർക്ക് മാത്രമേ അവകാശമുള്ളൂ, അധികാരമുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ടാണ് ഫലൗ ഷാ, അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ ലഹദാക്കും അജ്മഈൻ, നിങ്ങളെ മുഴുവൻ ഒരേ ഹിദായത്ത് പിന്തുടരുന്ന മറ്റു ജീവജാലങ്ങളെ പോലെ ആക്കുമായിരുന്നു. സൂര്യചന്ദ്രന്മാരെ പോലെ, നമ്മളെ ചുറ്റും കാണുന്ന നിരവധി ജീവജാലങ്ങളെപ്പോലെ, സൃഷ്ടികളെപ്പോലെ, അതായത് ധിക്കരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിങ്ങളെ സൃഷ്ടിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ നിശ്ചയം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അത്രയും ജ്ഞാനത്തിലധിഷ്ഠിതമായ നിശ്ചയങ്ങളാണ്. ആ നിശ്ചയത്തിന് കീഴ്പ്പെടുക എന്നല്ലാതെ നമുക്ക് മാർഗമൊന്നുമില്ല. നമുക്ക് വേറെ ഒരു മാർഗമില്ല. ഒന്നുകിൽ അള്ള പറയുന്ന സൗഭാഗ്യങ്ങളിലേക്ക് പോയി പെടാം, അല്ലെങ്കിൽ അള്ള പറയുന്ന ശിക്ഷയിലേക്കും പോയി പെടാം. ഇത് രണ്ടാലല്ലാതെ മൂന്നാമതൊരു മാർഗം നമ്മുടെ മുന്നിലില്ല. കുൽ, നീ പറയ്, ഹലുമ്മ ശുഹദാഅക്കും, അതായത് അള്ളാഹു പറഞ്ഞു എന്ന് പറയാം, വേദഗ്രന്ഥത്തിൽ പറയാം, റസൂല് പറയാം. ആ പറയുന്നതിനെയൊക്കെ തള്ളിക്കളയാം. എന്നിട്ട് തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, ഞങ്ങളുടേതാണ് ശരി എന്ന് പറയണമെങ്കിൽ പിന്നെ അതിനൊരു മാർഗമുള്ളൂ. അള്ളാഹു നേരിട്ടിട്ട് ഇവരോട് പറയണം. അതുകൊണ്ടാണ് ഹലുമ്മ ശുഹദാഅക്കും, നിങ്ങളോട് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ് ശരി എന്ന് അള്ളാഹ് നിങ്ങളോട് നേരിട്ട് പറഞ്ഞ ആ ശുഹദാഇനെ നിങ്ങൾ ഹാജരാക്കാൻ. അല്ലദീന യഷ്ഹദൂന അന്നല്ലാഹ ഹറമ ഹാദാ, ഇന്ന സാധനങ്ങൾ അള്ളാഹു ഹറാമാക്കി മനുഷ്യർക്ക്, അല്ലെങ്കിൽ ഇന്ന സംഗതികളൊക്കെ പവിത്രീകരിച്ചു അള്ളാഹ് എന്ന് പറയണമെങ്കിൽ അത് നേരിട്ട് അള്ളാഹു പറഞ്ഞ ആളുകളെ നിങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് വാദം വെച്ചിട്ട് ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഇൻ ഷഹിദു, പക്ഷേ അങ്ങനെ പറയുന്ന ഈ സാക്ഷിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനായി നമ്മൾ പൗരോഹിത്യം എന്ന് പറയാം. പുരോഹിൻ്റെ, അതായത് അള്ളാഹുവിൻ്റെ ഇഷ്ടം ഞങ്ങൾക്കറിയാം. ഇതാണ് ശരിക്കും ജ്യോത്സ്യന്മാരും കബഡി നിരത്തുന്നവരും മറ്റേ ഈ വെളിച്ചപ്പാടുകളും നമ്മളുടെ ഈ കശ്വിൻ്റെ ആളുകളും ഇൽഹാമിൻ്റെ ആളുകളും എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുടെ ഇഷ്ടം ഞങ്ങൾക്കറിയാം, ഞങ്ങളങ്ങ് പറഞ്ഞു തരും അള്ളാഹുടെ ഇഷ്ടം എന്താണെന്ന്. അതന്നെ ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻ ഷഹിദു, അവർ സാക്ഷ്യം വഹിച്ചാലും അവരങ്ങനെ തന്നെയാണ് സാധാരണക്കാരോട് പറയാം, ഇതാണ് അള്ളാഹുടെ ഇഷ്ടം എന്നാണ്. അത് ഞങ്ങൾക്ക് കശുഫായിട്ട് കിട്ടിയെന്നാണ്. ഞങ്ങൾക്കല്ലെങ്കിൽ ഇൽഹാമുകളുണ്ടായി. ആ ഇൽഹാം വെച്ചിട്ട് ഞങ്ങൾ പറയണത് നിങ്ങളങ്ങ് കേട്ടാൽ മതി. കാരണം ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നവരാണ്. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഫലാ തഷ്ഹദ് മഅഹും, അവരോടുകൂടെ നീ സാക്ഷിയാവാൻ പാടില്ല. അവരങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമ്മളും ആവാൻ പാടില്ല.
അവരങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മളും അതിന് സാക്ഷികളാകരുത്. നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ശരിയെന്ന് പറയരുത്. കാരണം അള്ളാഹു ഈ മനുഷ്യന്മാർക്ക് അവൻ്റെ കിതാബിലൂടെ അവൻ്റെ പ്രവാചകന്മാരിലൂടെ അറിയിപ്പിച്ചല്ലാതെ അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടം അറിയാൻ വേറെ മാർഗമൊന്നുമില്ല. വേറെ ഒരു മാർഗവും അള്ളാഹു ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടില്ല. ഈ 2 മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളോടും കൂടിയാ പറയാം, ഫലാ തശ്ഹദ് മഅഹും, നീ അതങ്ങനെ സാക്ഷ്യം വഹിക്കരുത്. ആ റസൂലിൻ്റെ ഉമ്മത്തുകളായ നമ്മളും അതിന് സാക്ഷ്യം വഹിച്ച് കൊടുക്കരുത്. വലാ തത്തബി അഹ്വാ അല്ലദീന കദ്ദബു, ആ കളവാക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ, കിതാബുകളെ കളവാക്കുന്നവരെ നീ പിന്തുടരുത്. അവരുടെ ഇഷ്ടങ്ങളെ നീ ഒരിക്കലും പിന്തുടരുത്. നമ്മളും പിന്തുടരുത്. റസൂലിനോട് പിന്തുടരുതെന്ന് പറഞ്ഞാൽ നമ്മളും പിന്തുടരാൻ പാടില്ല. റസൂലിൻ്റെ അനുയായികളായ നമ്മളും അവരുടെ ഇഷ്ടങ്ങളെ പിന്തുടരാൻ പാടില്ല. ഇതിലൊക്കെ അവരുടെ ഇഷ്ടങ്ങളായി നടക്കുന്നത്. അത് ആയാത്തിന, എല്ലാ നിലക്കും തെളിവാണ്. അതായത് വേദങ്ങൾ തെളിവാണ്, പ്രവാചകന്മാർ തെളിവാണ്, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ തെളിവാണ്, ബുദ്ധിപരമായ തെളിവ്. ഈ തെളിവുകളെ ഒക്കെ തള്ളിക്കളഞ്ഞ്, അതായത് അള്ളാഹുവാണ് സർവം എന്നുള്ള ഈ തെളിവുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ഇഷ്ടങ്ങൾക്ക് പിറകെ പോകുന്ന ആളുകളെ നീ ഫോളോ ചെയ്യരുത്, നമ്മളും ഫോളോ ചെയ്യരുത്. വല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, അവർ ആഖിറത്തിനെ, അതായത് മനുഷ്യന് അടുത്ത ഒരു ഘട്ടമുണ്ട്, ആ ഘട്ടമാണ് പ്രധാനം. അവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ മറുപടി പറയേണ്ടി വരും, ചോദ്യം ചെയ്യപ്പെടും, രക്ഷാശിക്ഷകളുണ്ട് എന്നതിനെ അവരംഗീകരിക്കുന്നില്ല. അവരംഗീകരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പുറത്തേക്കാണ്. അവർ യഥാർത്ഥത്തിൽ ഇത് അംഗീകരിക്കുന്നവരാണെങ്കിൽ അവരിത് ചെയ്യുമായിരുന്നില്ല. അപ്പോൾ അവർ ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അതാർക്ക് വേണ്ടിയാണ്? ഈ പുറത്തുള്ളവരെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഇത് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ്, ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും ചെയ്യുന്നതും എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ അവർ വഹും ബി റബ്ബിഹിം യഅ്ദിലൂൻ, അവരുടെ കാര്യത്തിലൊക്കെ അവർ ഈ റബ്ബിന് പകരം വേറെ ആളുകളെ കൊണ്ടുവെക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആരാ? അവരുടെ വലിയകളാണ്. അവർക്ക് ശുപാർശ പറയാൻ ആളുകളുണ്ട്. അവരുടെ പിൻബലത്തിലാണ് അവർ ഈ പണിയൊക്കെ ചെയ്യണത്. അതായത് അള്ളാഹുവിനല്ല അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ആളുകൾ കൊടുക്കുന്ന നിയമങ്ങൾ വെച്ചിട്ടാണ്. അവരുടെ തൃപ്തിയാണ് ഇവർ ആഗ്രഹിക്കുന്നതും. ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, ഈ ഖബറിൽ കിടക്കുന്ന ആളുകളുടെ തൃപ്തിയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെയ്ലിയമാർ ഡയറക്റ്റ് പറയാം, അവർക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയോ അള്ളാഹുവിൻ്റെ നിയമമോ അള്ളാഹുവിൻ്റെ ആ റബ്ബ എല്ലാം തരുന്നത് അള്ളാഹുവാണ്. ഇതൊന്നും ഇരുന്നില്ല. ഇതൊക്കെ ഇനി നമ്മുടെ സമൂഹത്തിൽ നോക്കിയേ, കുട്ടിയുണ്ടായത് എവിടുന്ന? ഖാജാ മൊഹീനുദ്ദീൻ തന്ന്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഓരോരുത്തരും ഓരോ മക്ബറക്കാർ കൊടുക്കുന്നതാണ്. അവർ പിന്തുടരുന്ന നിയമങ്ങളേതാ? അവരുടെ ശൈഖന്മാരുണ്ടാവും, അവരുടെ തരീക്കത്തുകൾ ഉണ്ടാവും. അതനുസരിച്ചാണ് ഇനി പള്ളിയിൽ പോയി നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ നിസ്കരിക്കില്ല. ചില തരീക്കത്തുകാരനൊക്കെ ആയിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവർ പള്ളിയിൽ കയറി നിസ്കരിക്കില്ല. കാരണം ഞാനാകെ അശുദ്ധനാണ്, അതുകൊണ്ട് ഇപ്പോൾ പള്ളിയിൽ കയറാൻ പാടില്ല. പണ്ടാരോ പറഞ്ഞില്ല, ഞാൻ പള്ളിയിൽ പോകില്ല, കള്ളാടെ പേടിയാന്ന് പറഞ്ഞില്ല എന്നതുമാതിരി. അങ്ങനത്തെ ന്യായങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഓരോ നിലക്ക് ഈ മനുഷ്യന്മാരെ, അടിസ്ഥാനപരമായ വിവരമില്ലാത്ത ഈ മനുഷ്യന്മാരെ കൊണ്ടുപോകുന്നു. അവർ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അവരുടെ ശൈഖന്മാരെയാണ്, അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാരെയാണ്. ഏതെങ്കിലും നിലക്കുള്ള അതൊക്കെ അള്ളാഹുവിന് പകരം വേറെ വെച്ചിട്ടാണ് ഇവർ ഈ ചെയ്യുന്നത്. അതുകൊണ്ട് അവരെയൊന്നും നിങ്ങൾ പിന്തുടരുത്. അതായത് ശരിക്കും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹ് വളരെ വിശദമായി പറയാം. കാരണം ഈ പറയുന്ന ഈ സൂറത്തുൽ അൻആം തുടങ്ങിയിട്ട് നമുക്ക് ഈ പറഞ്ഞു തരണതിൻ്റെ അടിസ്ഥാന മർമ്മം എന്താണെന്നുള്ളതാണ്. അത് അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ്, അള്ളാഹുവാണ് നിങ്ങളുടെ മലിക്ക്, അള്ളാഹുവാണ് നിങ്ങളുടെ ഇലാഹ്. ഇത് ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. ഇതാണ് ഈമാനിൻ്റെ അടിസ്ഥാനം. നമ്മളിപ്പോൾ എന്താ ഉണ്ടായിരിക്കണമെന്ന് ചോദിച്ചാൽ, റെയിലും വന്ന് തെറ്റി ഓടുന്ന ഒരു ട്രെയിൻ പോലെയാണ്. നമ്മൾ ഈ യഥാർത്ഥ റെയിലും വന്ന് തെറ്റി നമ്മൾ ശരിയായ വഴിയിലാണെന്ന് വിചാരിച്ച് ഈ ട്രെയിൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ അവസാനം എന്താ വെച്ചത്? ഇതിൻ്റെ നാശമാണ്. ആ സംഗതിയെ പിടിച്ചിട്ട് വീണ്ടും റെയിലുമേൽക്കാക്കുക എന്നുള്ളതാണ് ഈ ഖുർആൻ ചെയ്യുന്നത്. ഇത് തന്നെയാണ് മക്കയിൽ വന്നിട്ട് റസൂലും ആദ്യം ചെയ്യുന്നത്. ഈ അള്ളാഹു എന്ന് പറയുന്ന അള്ളാഹു ആരാണെന്ന് നമ്മളെ പഠിപ്പിക്കാം. ഈ തരുന്നത് ആരാണ്, ആരെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്,
ആരുടെ നിയമമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ആരുടെ പ്രീതിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ആരെയാണ് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത്. ഈ 3 കാര്യങ്ങൾ കൃത്യമാക്കാതെ ഇസ്ലാം ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് ഇനി അത് ഒന്നും കൂടി കൃത്യമാക്കി പറയാം. ഈ സൂറത്തുൽ അൻആമിൻ്റെ അവസാനം നമ്മൾക്കോട് അതിന് ഒന്നും കൂടി കൃത്യമാക്കി പറയാം. ഇത് തന്നെയാണ് ഖുർആനിൻ്റെ അവസാനം കൊണ്ടിട്ട് അല്ലാഹ് പറയുന്നത്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. അത് അടിസ്ഥാനമാണ്. അതുണ്ടെങ്കിലല്ലാതെ ബാക്കി ഒന്നിനും ഒരു വാല്യൂ ഇല്ല. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് ഇനി അല്ലാഹ് കൊണ്ടുവരിക, കുൽ, നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലെത്തുന്ന ആ സംഗതികൾ, ആ ന്യായങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് പറയുക, തആലൗ, നിങ്ങൾ വരി, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ മേൽ ഹറാമെന്നും എന്തിനെയൊക്കെയാണ് നിങ്ങൾ വിശുദ്ധീകരിക്കേണ്ടതും പവിത്രീകരിക്കേണ്ടതും എന്നുമൊക്കെ എനിക്ക് കിട്ടിയ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം, പറഞ്ഞു തരാം. ഈ ഒരൊറ്റ മാർഗ്ഗേ ഉള്ളൂ എന്നായി പറയുന്നത്. ഇത് ആദം നബി മുതൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ബാധകമായതാണ്. കാലദേശഭേദമന്യേ സുസ്ഥിരമായ നിയമങ്ങളാണ് അല്ലാഹുവിന് ഈ 2 ആയത്തിലൂടെ നമ്മൾ പറയുന്നത്. അത് ഈ 1-ാമത്തെ ആയത്തിൽ പറയുന്നത് 5 സംഗതികളുണ്ട്, അടുത്തതിലുണ്ട് 5 എണ്ണം. അത് കൃത്യമാക്കുക എന്ന് പറയുന്നത് ഈ ഈമാനും ഇസ്ലാമും ഒന്നിക്കുന്ന ഒരു പോയിൻ്റാണ്. അതിലാദ്യമായി പറയുന്നത് അല്ലാ തുശ്രികൂ ബിഹി ശൈഅ എന്നാണ്. ഈ 3 സംഗതികളിൽ, അടിസ്ഥാനപരമായ ഈ 3 സംഗതികളിൽ വേറെ ഒരു സംഗതികളും കടന്നു വരാൻ പാടില്ല. അത് അള്ളാഹുവാണ് റബ്ബ് എന്നുള്ളതിൽ കടന്നു വരാൻ പാടില്ല. നമുക്ക് ലഭിക്കുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും എല്ലാ സൃഷ്ടികളെയും നിലനിർത്തുകയും പരിപാലിക്കുകയും പോറ്റി വളർത്തുകയും ഒക്കെ ചെയ്യുന്നതിൽ അല്ലാഹുവല്ലാത്ത ഒന്നിനും ഒരു പങ്കില്ല. അത് നമ്മൾ തന്നെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ, നമ്മളൊന്ന് അന്വേഷിച്ചാൽ കിട്ടാവുന്ന സംഗതിയാണ്. അതുപോലെ തന്നെയാണ് മറ്റേ സംഗതിയും, ഈ മലിക്കാവുക, അള്ളാഹു മലിക്കാവുക. ആരാണ് നമുക്ക് നൽകുന്നത്, ആരാണ് നമ്മളെ നിലനിർത്തുന്നത്, എന്തിനാണ് നിലനിർത്തുന്നത്? ആ സംഗതി വരുമ്പോൾ അത് എങ്ങനെയാണ് ആ ലക്ഷ്യം പ്രാപിക്കുക എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടത് ആരാണ്? ഈ കേവലമായ സൃഷ്ടിയാണ്. നമ്മളുടെ തന്നെ ആവശ്യങ്ങൾക്ക് അള്ളാഹു തന്നെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് സൃഷ്ടിച്ച ആ സൃഷ്ടികളാണോ നമുക്ക് തരാം? അതല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒന്നും അറിയാത്ത അല്പജ്ഞരായ ചിലരൊക്കെ അവരുടെ കുറച്ച് ജീവിതകാലത്ത് ഉണ്ടാക്കി തന്ന നിയമങ്ങളാണോ നമ്മൾ ഫോളോ ചെയ്യുക? അതോ എത്ര കാലമാണോ ഈ ഭൂമി നിലനിൽക്കുക, മനുഷ്യൻ നിലനിൽക്കുക എന്ന് നമുക്കറിയില്ലല്ലോ. അത്രയും കാലത്തെ കാര്യങ്ങൾ അറിയുന്ന സർവജ്ഞനാണോ ഈ നിയമങ്ങൾ നമുക്ക് നൽകേണ്ടത്? ഇത് 2-ാമത്തെ സംഗതിയാണ്. ഇതാരാണെന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കണം. ഒരു മനുഷ്യൻ, അയാളിപ്പോൾ എത്ര പണ്ഡിതനാണെങ്കിലും എത്ര കാലം മുന്നോട്ട് കാണാൻ പറ്റും? എത്രക്ക് ചെറിയ കാര്യങ്ങളെ അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും, അയാൾക്ക് മുന്നിൽ കാണാൻ കഴിയില്ല. അത് വലിയ ഒരു സംഘമാണത് കണക്ക് കൂട്ടുന്നത് എങ്കിൽ പോലും ഒന്നും അറിയില്ല. കാരണം ഒരു സംഗതികളും ഗൈബായ ഒരു കാര്യങ്ങളും അറിയുന്ന ആരും ഇവിടെയില്ല. അത് ആരൊക്കെ അങ്ങനെ അവകാശപ്പെട്ടാലും അത് അറിയുന്നവരില്ല. ആ ഒരു സമ്മതി നമ്മളങ്ങനെ തുറച്ചു നോക്കുക. അപ്പോൾ ഞങ്ങൾ ലോകം നിയന്ത്രിക്കുന്ന അവർ ആ ഔലിയുണ്ട് ഈ ഔലിയുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടതെന്നല്ലാതെ ഒരു സംഗതിയും ഇവിടെ നിയന്ത്രിക്കുന്നതായിട്ട് ആരും ഒട്ട് കാണുന്നില്ല. വരണതൊക്കെ അതേ മട്ടത്തിൽ വരുന്നുണ്ട്. ഭൂമി കുലുങ്ങുന്നുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്, സുനാമി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ നിയന്ത്രിക്കുന്നവരൊന്നും നമ്മളോട്ട് കാണുന്നില്ല. അതായത് ഇത് അള്ളാഹുവാണ് മലിക്ക് എന്നുള്ളത് ഇതൊക്കെ നമ്മളുടെ ബുദ്ധി വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും വെറും ഒരു പറച്ചിലല്ല. അതുപോലെ തന്നെയാണ് മനുഷ്യൻ, അള്ളാഹു മാത്രമാണ് മനുഷ്യൻ്റെ ഇലാഹായിരിക്കേണ്ടത്. നമ്മൾ വേറെ ആരെയും തൃപ്തിപ്പെടുത്തേണ്ടതില്ല. നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ട ഒരേ ഒരു ശക്തി, ആരാണോ നമ്മളെ സൃഷ്ടിച്ചത്, ആരാണ് നമുക്കൊക്കെ നൽകിയത്, ആരാണോ നമ്മളെ പരിപാലിക്കുന്നത്, ആരാണോ നമ്മൾക്ക് നിയമം നൽകുന്നത്, ആരാണ് നമ്മളെ നിർണയിക്കുന്നത്, ഈ ഒരൊറ്റ ശക്തിയെ മാത്രമേ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടതുള്ളൂ. ആ സൃഷ്ടാവിൻ്റെ തൃപ്തി മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഇതിലൊക്കെ ഏതെങ്കിലും നിലക്ക് ആരെയെങ്കിലും നമ്മൾ കയറ്റിക്കൂട്ടിയാൽ അതിന് പറയുന്ന പേരാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ആ ഷിർക്ക്, ഇന്ന ഷിർക്ക ലദുൽമുൻ അളീം, ഏറ്റവും വലിയ അക്രമം ഈ ഷിർക്കാണ്. കാരണം ഈ ഷിർക്ക് എന്ന് പറയുന്നത് ഈമാനിലുള്ള ഇടപെടലാണ്. കാരണം ഈമാൻ ശരിയായില്ലെങ്കിൽ നമ്മളിനിപ്പോൾ എന്ത് ചെയ്തിട്ടും
കാര്യങ്ങൾ ശരിയാവില്ല. കാരണം ഇനി വരുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാവണമെങ്കിൽ, അത് ശരിയായ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ ഈ ആദ്യത്തെ കാര്യം ശരിയാവണം. ആദ്യത്തെ തന്നെ നമ്മൾ റെയിലുമ്പെന്ന് തെറ്റിയിട്ടാണ് ഓടണമെന്ന് വിചാരിച്ചാൽ പിന്നെ അത് നാശത്തിലേക്കേ പോകുള്ളൂ. അത് ഭൂമിയിൽ അതിന് ചില ഫലങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മളുടെ ലക്ഷ്യം അത് പ്രാപിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനി ഇവിടെ മാത്രമല്ല, നമ്മൾ ബൈബിളിൽ എടുത്തു നോക്കിയാൽ ഈ 10 കൽപ്പനകളിൽ ആദ്യതാണ്. 10 കൽപ്പനകളിൽ ആദ്യം ഇതാണ്. അതായത് ആദം നബി മുതൽ എല്ലാ പ്രവാചകന്മാരും മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചതിൻ്റെ ആ പ്രഥമ പോയിൻ്റ് ഇത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനോട് ചേർന്ന് വരുന്നതാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് എന്നാണ്. ആ പ്രയോഗം ഖുർആനിൽ അതുമായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അതൊരു ഉഗ്രശാസനം പോലെയാണ്. അതായത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ, ഒരു ന്യായങ്ങളും അങ്ങോട്ട് വെക്കാൻ ഇല്ലാതെ, നമ്മളൊരു അവസാനത്തെ ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, ഇനി മാർഗമൊന്നുമില്ല എന്നുള്ളത്, അതുപോലത്തെ പ്രയോഗ വഖളാ റബ്ബുക അല്ലാ തഅബുദു, അതിലുമില്ല വിട്ടുവീഴ്ച, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിലുമില്ല വിട്ടുവീഴ്ച. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് കുടുംബം എന്ന് പറയുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഈ ബന്ധത്തിന് എന്തെങ്കിലും ഉലച്ചിൽ സംഭവിച്ചാൽ അത് മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങോട്ടൊന്നും പറയേണ്ടെന്നാണ്. ഇപ്പം നമ്മളൊക്കെ ഉണ്ടല്ലോ, വാപ്പാനും ഉമ്മാടെയൊക്കെ വിഷയം പറയുമ്പോൾ വാപ്പ അങ്ങനെ ചെയ്ത്, ഉമ്മ അങ്ങനെ ചെയ്ത്, നമ്മളങ്ങനെ ചെയ്ത്, കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയണേ, ആ പരിപാടി ഇങ്ങോട്ട് പറയണ്ട. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മക്കളും ബാപ്പയും, ഇപ്പം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഈ മക്കളോടുള്ള ബന്ധം എന്ന് പറയുന്നത് വൈകാരികമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മക്കളെ ആസ്വദിക്കുന്നുണ്ട്. നമ്മളുടെ മക്കളെ, പേരക്കുട്ടികളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അതേ സമയത്ത് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു സംഗതിയാണ്. നേരെ മറിച്ച് മക്കൾക്ക് മാതാപിതാക്കൾക്ക് എപ്പോഴും അങ്ങനെ ആസ്വാദനം കിട്ടിക്കൊള്ളുന്നില്ല. ഉണ്ടോ? എപ്പോഴും കിട്ടാറുണ്ടോ? ഇല്ല. മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കൾ ഈ വൈകാരികതയുടെ ഭാഗമായിട്ട് പല പ്രതീക്ഷകളും അവർ വെക്കും. നമ്മൾ വയസ്സായ അവരങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, അങ്ങനെ ആക്കും എന്നൊക്കെ. അതായത് നമ്മൾ ഈ കുട്ടികളെ പരിപാലിച്ചതുപോലെ തന്നെ ഇക്കത് വേണമെന്ന് പറയുമ്പോൾ അപ്പോൾ മേടിച്ചു തരുന്ന ഒരു മൈൻഡ് ഇവർക്കും ഉണ്ടാവുന്നു. ഈ മാതാപിതാക്കൾ, നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കളാകുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നു. പക്ഷേ ഈ മക്കൾ വലുതാകുമ്പോൾ മക്കളുടെ ഇതാണ്, അതൊന്നും ഇങ്ങോട്ട് അങ്ങനെ ഏശിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താ ചോദിച്ചാൽ അവർക്ക് ഈ വലിയ പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ തന്നെ ആ പ്രതീക്ഷക്കനുസരിച്ച് മക്കൾ വളർന്നില്ലെങ്കിൽ അവരിൽ നിന്നുള്ള പ്രതികരണങ്ങളും രൂക്ഷമാവും. അപ്പോൾ നമ്മൾ എത്ര എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോലും അവർ തൃപ്തിപ്പെട്ടോളണമെന്നില്ല. അവരൊരു പക്ഷേ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതേ സമയത്ത് നമ്മളുടെ കുട്ടികളെ നമ്മൾ പരിപാലിക്കുമ്പോൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഒരു ആനന്ദമായി എടുക്കും. അവർ കാട്ടിച്ചാലും മൂത്രിച്ചാലും വരെ നമ്മളതൊരു ശല്യമായിട്ട് കാണില്ല. എന്നാൽ തിരിച്ചങ്ങനെയല്ല. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചാൽ, അതുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് പറയുന്നത്. ഇവിടെ ശരിക്കും വൈചാരികമായിരിക്കണം. മാതാപിതാക്കളുമായിട്ടുള്ള നമ്മളുടെ ബന്ധം വൈചാരികമായിരിക്കണം. അത് തഖ്വയിൽ നിന്നുള്ളതായിരിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ അവിടെ നമുക്ക് ലക്ഷ്യം വെക്കാൻ പറ്റൂ. ബാക്കി ആരുടെ വഴിയൊന്നും ആ പ്രീതി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മാതാപിതാക്കളെ പരിചരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിയിട്ട് ആ ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ടേ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല. ചില മാതാപിതാക്കൾ നമ്മൾക്ക് ഉദ്ദേശിച്ചമാതിരിയൊക്കെ പ്രതികരിക്കുന്നവരുണ്ടാവും, തിരിച്ചും കൂടുതൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് അതിനോട് ചേർത്ത് പറയുന്നത്. കാരണം അതിൻ്റെ കാര്യത്തിൽ ഒന്നും കണ്ട് പറയണ്ടാന്ന്. അത് മാതാപിതാക്കളുടെ കുറ്റമൊക്കെ ഉണ്ടാവും. ഈ പറയുന്നതൊക്കെ ശരിയാണ്, ന്യായം പറയുകയാണെങ്കിലൊക്കെ ഉണ്ടാവും. നമ്മുടെ കോടതിയിലൊക്കെ പോയാൽ ചിലപ്പോൾ അങ്ങനെ കിട്ടും. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ സ്വീകരിക്കില്ല എന്നാണ് ഈ പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ തെറ്റിയാലും ഇത് നമുക്ക് ഈ ഉറച്ചു നിൽക്കാൻ നമുക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ ലാ തുശ്രികൂ ബി ഷൈഅൻ വേണം. സർവ്വ നിയമങ്ങളും അള്ളാഹുവാണ് തരുന്നത്, അതിനെ ഫോളോ ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു പോയിന്റിൽ നിന്നുകൊണ്ടല്ലാതെ ഈ രണ്ടാമത്തെ പരിപാടി നടക്കില്ല. അതിൽ നിന്ന് തെറ്റിയാൽ എപ്പോഴൊക്കെ മനുഷ്യ സമൂഹം തെറ്റുമ്പോൾ അപ്പോൾ വൃദ്ധസദനങ്ങളും കൂടും,
ശിശുഭവനങ്ങളും ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കുക എന്നല്ലാതെ അത് കുറയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും മുസ്ലിം സമൂഹത്തിലാണ് ഇത്തരത്തിൽ ഏറ്റവും കുറവ്, ഈ കൊണ്ടാക്കലും ഉപേക്ഷിച്ചു പോകലൊക്കെ. അത് ഇതുകൊണ്ടാണ് ഈ ഒരു നേരിയ ലെവലിലെങ്കിലും നമ്മൾ ഈ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നൊരു സംഗതി നമ്മളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അത് നിലനില്ലെങ്കിൽ അത് പോകും. അതുകൊണ്ടാണ് അതിനോട് ചേർത്ത് പറയുന്നത്. നമ്മൾ സൂറത്തുൽ ഇസ്രായിലൊക്കെ ഇനി അത് പറയുന്നുണ്ട്, വഖളാ റബ്ബുക. നിങ്ങൾ അവിടെ നോക്കി അതിനോട് മാത്രമേ ആ ഖളാ റബ്ബുക എന്നൊക്കെ പറയുന്ന ആ ഉഗ്രശാസനം പോലെ, അതായത് ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ വിറപ്പിക്കും. അത് വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ ആ വിശ്വാസി അത് വിറപ്പിച്ചിരിക്കും. ആ പ്രയോഗം തന്നെ അതങ്ങനെയാണ് അതിൻ്റെ പ്രയോഗം. വലാ തഖ്തുലു ഔലാദക്കും. മൂന്നാമത്തെ കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. മിൻ ഇംലാക്കിൻ, ദാരിദ്ര്യം ഭയന്ന് കൊല്ലരുത്. വേറൊരുത്തിൽ പറയുന്നത് ഖശിയത്ത ഇംലാക്ക്. അതായത് ഈ ദാരിദ്ര്യം ഏതൊരു കുടുംബാസൂത്രണത്തിൻ്റെ, നമ്മൾ ഈ ജനസംഖ്യാ നിർണയത്തിൻ്റെ ഏത് കാര്യം എടുത്താലും അതിന് ഈ സമൂഹം, ഈ ഗവൺമെൻറ്, പണ്ടൊക്കെ മാതാപിതാക്കൾ മാത്രമേ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാമെന്ന്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാമൂഹിക ശാസ്ത്രജ്ഞരും ഗവൺമെൻറ്റും ഒക്കെ ഈ ബേജാറില്ല. ആർക്കാ ഈ ബേജാറ്? അതായത് ഇവരൊക്കെ പറയണത് ഈ വിഭവങ്ങൾ തേയില്ല, ഇങ്ങനെ ജനസംഖ്യ കൂടിയുണ്ടെങ്കിൽ വിഭവങ്ങൾ തേയില്ല. ഇത് കേട്ടാൽ തോന്നുന്നു ഇപ്പോൾ ഉള്ളവർക്ക് വിഭവം കൊടുക്കണം അവരാണെന്ന്, അങ്ങനെ തോന്നുക. കാരണം ഇതിൽ ഇവർക്ക് എന്താ പങ്ക്? ഒരു സാധനം, ഒരു വിഭവം ഭൂമിയിൽ ഉണ്ടാവണമെങ്കിൽ മണ്ണ് വേണം, വെള്ളം വേണം, വെളിച്ചം വേണം, ചൂട് വേണം, തണുപ്പ് വേണം, മഞ്ഞ് വേണം. ഇതിലൊക്കെ ഇവർക്ക് എന്താ പങ്ക്? ആർക്കും അവിടെ പങ്ക്? അതിനൊക്കെ അള്ളാഹുവിനല്ലാതെ ആർക്കെങ്കിലും വല്ല പങ്കുണ്ടോ? എന്നിട്ട് അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ അള്ളാഹു ചമയുന്നു, ഇവർ റബ്ബാവുന്നു. ഇവർ നമ്മൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്താ? അള്ളാഹു നൽകിയ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ മനുഷ്യർക്ക് ആവശ്യമായ വിഭവങ്ങൾ കണ്ടെത്തുക, ഇല്ലാത്തത് ഉൽപ്പാദിപ്പിക്കുക, ഉൽപ്പാദിച്ച് നീതിപൂർവ്വം വിതരണം ചെയ്യുക. ഇതാ ഈ മനുഷ്യരെ ഏൽപ്പിച്ച പണി. ആ പണി ചെയ്യാതെ അത് പരമാവധി പൂത്തിവെച്ച്, അതായത് ഒരാൾ തിന്നേണ്ട കൊടുത്ത് 10 ആൾക്കുള്ളത് ഒന്നിച്ച് തിന്ന് ബാക്കി ദൂർത്തടിച്ച് നാശാക്കി കളഞ്ഞ് അങ്ങനെ മറ്റുള്ളവരുടെ ഭക്ഷണം ഇല്ലാതാക്കുക. എന്നിട്ട് ആരാ ഈ ഭയപ്പെടുത്തുന്നത്? ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് ഭയപ്പെടുത്തുന്നത് ഈ ചെയ്യുന്നവരാണ്. ഈ ദൂർത്തടിക്കുന്നവരും ഈ മറ്റുള്ളവർക്ക് ഇത് പിടിച്ചു വെക്കുന്നവരും പൂത്തി വെക്കുന്നവരുമാണ് ഈ ചെയ്യുന്നത്. അവർ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നു. അവർക്ക് കിട്ടാവുന്ന, താഴേക്കിടയിൽ കിട്ടാവുന്ന ഭക്ഷണം പല നിലക്കും തടഞ്ഞിട്ട് അവരുടെ കുട്ടികളെ കൊല്ലുന്നതിന് വരെ ഇവർ കാരണക്കാരാവുന്നു. അതാണ് എല്ലാ കുടുംബാസൂത്രണ പദ്ധതികളും ഈ ദാരിദ്ര്യ ഭയം പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ ആർക്കുമില്ല ഒരു പങ്ക്, അള്ളാഹുവിനല്ലാതെ ഒരു പങ്കുമില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്വയം റബ്ബ് ചമയുന്നു. എന്നാൽ അള്ളാഹു എന്താണോ ഈ മനുഷ്യനെ നിയോഗിച്ചത് അത് ചെയ്യാതിരിക്കുന്നു. അതാ ചെയ്യുന്നത്. മനുഷ്യൻ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ ഖലീഫയാണ്, അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ആ ഭാഗം അങ്ങ് വിട്ടുവെച്ചിട്ട് ഞങ്ങൾ സ്വയം റബ്ബുകളാകുന്നു, ഞങ്ങൾ തീരുമാനിക്കുന്നു ആർക്ക് വേണം എന്നും. കാരണം അള്ളാഹു ഇവിടെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിലെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സവിശേഷമായ സൃഷ്ടിയാണ്. അത് കേവലം ഒരു ജീവനല്ല, അത് കേവലം ഒരു ജീവിയോ ഒരു ജീവനുമല്ല, അതൊരു റൂഹും കൂടിയാണ്. ഒരു റൂഹിന് ഈ ഭൂമിയിലേക്ക് വന്ന് വസിക്കാൻ അള്ളാഹു അനുമതി നൽകുന്നുണ്ടെങ്കിൽ ആ അനുമതി നൽകാൻ ആ ഭൂമിയിൽ അതിന് ജീവിക്കാനുള്ള സംവിധാനം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ യാദൃശ്ചികമാണെന്ന് പറയുന്നവർക്ക് ഇതൊക്കെ ആവാം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ പറക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായൊരു സംഗതിയാണ്. അള്ളാഹു അവൻ ഈ ഭൂമിയിൽ അവൻ്റെ പ്രതിനിധിയെ അയക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിനിധിക്ക് പുലരാനുള്ള എല്ലാ സംഗതികളും ഇവിടെ അള്ളാഹു ഒരുക്കിയിട്ടുണ്ടാവും, അത് ഈ ഭൂമിയിലുണ്ടാവും. അത് കണ്ടെടുക്കുക എന്നുള്ളൊരു പണിയെ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. ഇപ്പോൾ കുറച്ച് കാലം മുമ്പൊക്കെ ഈ ഭൂമിയിൽ നമ്മളുടെ ഈ ഭക്ഷണം വളരെ ഷോർട്ടായിരുന്നു. അങ്ങനെയല്ലേ നമ്മൾ ഹരിത വിപ്ലവമൊക്കെ ഉണ്ടായത്? ഇത് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ ഉണ്ടാക്കിയതല്ലല്ലോ. നമ്മളൊരു സാധനം കണ്ട് കുഴിച്ചിട്ടത് ഭൂമിയിൽ നിന്ന് മുളച്ചു വരാനുള്ള ഇതിൻ്റെയൊക്കെ ഒരു തസ്വിയത്ത് വേണ്ടേ? അപ്പോൾ ഇതൊക്കെ അള്ളാഹു ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനെ അങ്ങോട്ടൊന്നും നോക്കാതെ ഇവർ സ്വയം റബ്ബ് ചമയുകയാണ്. അതാണ് ഖശിയത്ത ഇംലാക്ക്. അങ്ങനെ നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, അങ്ങനെ പേടി വിചാരിച്ചിട്ട്. നഹനു നെർസുക്കും വയ്യാഹും, ഈ പറയുന്ന നിങ്ങൾക്കും ആ വരാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ വിഭവങ്ങൾ നൽകുന്നത്, ഭക്ഷണം മാത്രമല്ല എല്ലാ വിഭവങ്ങളും നൽകുന്നത് നാമാണ്. അതിലൊന്നും ആർക്കും ഇടപെടാൻ കഴിയില്ല, ഇടപെടാൻ അള്ളാഹു അനുവദിക്കില്ല എന്നുള്ളതാണ്.
വലാ തഖ്റബു, അതുപോലെ തന്നെ നിങ്ങൾ അടുക്കരുതൽ ഫവാഹിഷ്, അതായത് നീചമായ കൃത്യങ്ങളോട് നിങ്ങൾ അടുക്കരുത്, ചെയ്യരുത് എന്നല്ല. അത് വ്യഭിചാരമുണ്ട്, സ്വവർഗരതിയുണ്ട്, മയക്കുമരുന്നുണ്ട്, മദ്യപാനമുണ്ട്, അങ്ങനെ നിരവധി സംഗതികളിലുണ്ട്. അതിൻ്റെ ഒന്നും ഇതിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രേരകമായ സംഗതികളിലേക്കും പോകരുതെന്നാണ്. കാരണം എന്താ വെച്ചാൽ അതിർത്തികളിൽ മേയുന്ന കാലികൾ എപ്പോഴും വേഗം അതിലേക്ക് പോകും. കാരണം നമുക്ക് നമ്മളെ പിടിച്ചു നിർത്താൻ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു ഒരു അപ്പുറം പരിധിയിട്ടിട്ടാണ് നമ്മളോട് പറയുന്നത് വലാ തഖ്റബു, നിങ്ങൾ ചെയ്യരുതെന്നല്ല. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെ പറയുന്നത് ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സു, അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതായത് ഒരു തിന്മയിലേക്കുള്ള പോകാനുള്ള സാഹചര്യം എവിടെ കാണുന്നോ അവിടുന്ന് നമ്മൾ മാറണം. അതല്ല അതിലേക്ക് കുറേ കൂടി അടുത്താൽ പിന്നെ നമുക്ക് നമ്മളെ പിടിച്ചിട്ടങ്ങട്ടില്ല. നിങ്ങളിപ്പോൾ സുംബ ഡാൻസ് കണ്ട ഇതാണ്. അതായത് മനുഷ്യനെ ഈ അതിർത്തികളിൽ നിന്ന് അതിർത്തികളോട് അടുപ്പിക്കുക. അത് ഡാൻസിലൂടെ അങ്ങ് അടുപ്പിക്കും. പിന്നെ അവിടുന്ന് എത്തിയാൽ പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല. ഇതിങ്ങനെ ഓരോന്ന്, ഇതാണ് നമ്മൾ സംസ്കാരം, കല, സാഹിത്യം എന്നൊക്കെ പറയുന്ന ഈ സംഗതികളൊക്കെ ചെയ്യുന്നത് ഇതാണ്. അതായത് നമ്മളെ ഈ അതിർത്തികളിലേക്ക് പിടിച്ചു കൊണ്ട് നിർത്തും. അവിടെ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ട് പിന്മാറണമെങ്കിൽ എന്ന് പറഞ്ഞാൽ യൂസഫ് നബിനൊക്കെ പോലെ അത്രയും തഖ്വയുള്ളവർക്കേ പറ്റൂ. ആ സാധനത്തിൽ നമ്മുടെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചോദിച്ചാൽ നമ്മൾ കൃത്യമായി ഇതിലേക്ക് പോയി വീഴും. ഇതൊക്കെ ഇതാണ് ഹുത്തുവാത്തി ശൈത്താൻ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഈ നിയമങ്ങളൊക്കെ നമ്മൾ അറിയാതെ നമ്മളിതൊക്കെ നമ്മളിത് അറിയണ്ടേ, ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ അറിയണമെങ്കിൽ. ഇത് അറിയുക പോലും ചെയ്യാതെ നമ്മൾ ശൈത്താൻ്റെ പിറകെ നമ്മളെ കൊണ്ടുപോകുന്നു. അതാണ് ഹുത്തുവാത്തി ശൈത്താൻ. അതിനെ നിങ്ങൾ പിന്തുടരുത് എന്ന് പറയുന്നതാ. പക്ഷേ ഇത് നമ്മൾ അറിയുന്നില്ല, പഠിക്കുന്നില്ല, ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്ന് നമ്മൾ അറിയില്ല. നമ്മൾ എന്നിട്ട് ഈ ശൈത്താൻ്റെ കാൽപ്പാടുകളെ അത് വലിയ പുരോഗമനാണ്, സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിൻ്റെ പിറകേക്ക് പോകും. അങ്ങനെ നമ്മൾ കണ്ടില്ലേ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ മക്കളൊന്നും ആർക്കും പിടിച്ചാൽ കിട്ടണില്ല. കാരണം അത് അതിർത്തിയിലെത്തി. ഇനിയിപ്പോൾ അതിപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ടാണ്. ഇനി ഇതേപോലെ പോക്കാണ് നമ്മൾ സമൂഹം പോണത്. അപ്പോഴാണ് നമ്മൾ ഈ ജനോസൈഡിൻ്റെ അവസാനത്തിലൊക്കെ എത്തുക എന്ന് അറിയണത്. ആദ്യം വ്യക്തിയിൽ തരും, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും. ഇനി വ്യക്തിയും അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സമൂഹത്തിലേക്ക് പോകും. സമൂഹം അതിൻ്റെ പാട്ടിന് പോകും, നാശത്തിലേക്ക് എത്തും. അതായത് ദുന്യാവും ആഖിറവും നമുക്ക് നഷ്ടപ്പെടും. ഈ അള്ളാഹുവിനെ നമ്മൾ പിന്തുടർന്നില്ലെങ്കിൽ ദുന്യാവും ആഖിറവും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ആ കൗമിന്, കുറ്റവാളികളായ ആ കൗമിനെ ശിക്ഷയിൽ നിന്ന് തടയുന്ന യാതൊന്നും ഇല്ലെന്ന് പറയുന്നത്. ഭൂമിയിൽ ഈ മുസ്ലിം സമൂഹം ഇവിടെ മാത്രമല്ല എവിടെയും ഈ പ്രയാണത്തിലാണ്. അത് അതിവേഗ നാശത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ആര് വേട്ടയാടുന്നു എന്നുള്ളതല്ല പ്രശ്നം. അതൊരു പക്ഷേ സിംഹമായിരിക്കാം, പുലിയായിരിക്കാം, കടുവയായിരിക്കാം, ആരുമായിരിക്കാം. പക്ഷേ വേട്ടയാടപ്പെടുന്ന സാധനം ഒന്നാണ്. ഏതാ? ഈ മുസ്ലിം സമൂഹം. നമുക്ക് ചോയ്സൊന്നുമില്ല. ആര് വേട്ടയാടണം എന്നുള്ളതിന് നമുക്ക് ചോയ്സില്ല. അത് പല നിലക്കും നമുക്ക് മുന്നിൽ ഇപ്പോഴുണ്ട്, അത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. നമ്മളെന്താ ചോദിച്ചാൽ അങ്ങോട്ടൊന്നും നോക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മറ്റേ ചങ്ങായി പറഞ്ഞത് വെളിച്ചം ദുഃഖമാണുണ്ടി തമസ്സല്ലോ സുഖപ്രദമെന്ന്. വെളിച്ചം എന്ന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്വ ബോധം വരും, അത് വലിയ ദുഃഖമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇരുട്ടിലങ്ങനെ കെടുക്കുക എന്ന് പറയുന്ന ഒരു സുഖമായ പരിപാടിയാണ്. നേരെ മറിച്ച് അപ്പുറത്തുമുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ, വെളിച്ചത്തിനെന്തൊരു വെളിച്ചമാണ്. അത് വേറൊരു പ്രയോഗം. ഇത് രണ്ടും ഓരോ സംഗതികളാണ്. നമ്മൾ ഈ വെളിച്ചത്തിലേക്കാണ് നമ്മൾ പോവേണ്ടത്, അല്ലാതെ തമസിൻ്റെ സുഖത്തിലേക്കല്ല. മാ ലഹറ മിൻഹ വമാ ബത്തൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ടുള്ള സംഗതികളുണ്ട്. ഇപ്പോൾ ഡാൻസ് ബാറുകൾ ഇങ്ങനത്തതൊക്കെ ഡയറക്റ്റ് സാധനമാണ്. അതിലേക്കും പോകരുത്. അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അതിൻ്റെ താഴെയുള്ള സംഗതികളുണ്ട്. അതിലേക്ക് ഒന്നിലും നമ്മൾ പോകരുത്. കാരണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്താ വെച്ചാൽ ഈ ഉള്ളിൽ നമ്മുടെ തഖ്വാബോധം ഉണ്ടാവണം. ഉള്ളിൽ ഈ തഖ്വാബോധമുള്ളവനെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. വലാ തഖ്തുലു നഫ്സല്ലത്തി, ഒരു നഫ്സിനെയും കൊല്ലരുത്. നഫ്സ് എന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ ജീവി എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കും. അതും ഇതിൻ്റെ ഒരു പരിധിയിലാണ്. ഒരു ജീവികളെയും നമ്മൾ അന്യായമായി ദ്രോഹിക്കാനോ കൊല്ലാനോ പാടില്ല. പക്ഷെ നഫ്സ് എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യൻ സവിശേഷമാണ്. കാരണം നഫ്സ് എന്ന് ഖുർആൻ എവിടെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ അതൊക്കെ മനുഷ്യരെ.
അത് കേവലം ജീവനെ വെച്ചിട്ടല്ല, ജീവൻ ഒന്ന് വേറെയാണ്. ഈ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ അതിന് റൂഹം കൂടിയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഹറം അല്ലാഹ് എന്ന് പറയുന്നത്, അള്ളാഹു അതിനെ പവിത്രമാക്കിയിട്ടുണ്ട്. വലഖദ് കറംന ബനി ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഈ പരമ്പര, ആ പരമ്പര അത് എത്ര കാലം മുമ്പ് ഉണ്ടായോ അവിടുന്ന് ഇങ്ങോട്ടുള്ള ആ പരമ്പരക്ക് സവിശേഷമായ ആദരവുണ്ട്. ആ ആദരവിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ഭൂമിയിൽ അവസാനിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അത് ആ നഫ്സ് ഈ ഭൂമിയിൽ അവസാനിക്കാനുള്ളതല്ല, അത് ആ മരണത്തോടുകൂടി നമ്മുടെ ആ റൂഹ തിരിച്ചു പോകുന്നുണ്ട്. ഇനി അതിന് വേറൊരു ഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഘട്ടം, ഈ ഭൂമിയിലെ ഘട്ടം പൂർത്തിയാക്കുക എന്ന് പറയുന്നത്, അതിനുള്ള അവസരമുണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ്. നമ്മൾ ഒരാളെ അന്യായമായി കൊല്ലുമ്പോൾ ആ അവകാശത്തിലാണ് നമ്മൾ കൈകടത്തുന്നത്. അത് അള്ളാഹുമായി ഡയറക്റ്റ് ബന്ധമുള്ളതാണ്, അത് അള്ളാഹുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാളെയും ഒരു മനുഷ്യനെയും കൊല്ലാൻ പാടില്ല. കൊല്ലണമെങ്കിൽ ഇല്ലാ ബിൽ ഹക്ക്, അതിൻ്റെ അള്ളാഹു നിശ്ചയിച്ച ന്യായം വേണം. അള്ളാഹു നിശ്ചയിച്ച ന്യായത്തിൻ്റെ പുറത്തല്ലാതെ ആരെയും കൊല്ലാൻ പാടില്ല. അപ്പോൾ അതിന് കൃത്യമായി കുറ്റം തെളിയിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നടന്നാലേ ഇല്ലാ ബിൽ ഹക്കാവുള്ളൂ, അല്ലെങ്കിൽ അതാവില്ല. എൻ്റെ ഒരു ഊഹത്തിൻ്റെ, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ആളുടെ ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊന്നും നടത്താൻ പറ്റില്ല. അതിന് കൃത്യമായ നിയമവ്യവസ്ഥകൾക്ക്, അള്ള വെച്ച നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ച് അത് പറ്റുമോ. അതല്ലെങ്കിൽ പിന്നെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ നേരിട്ട് എതിർക്കുന്ന യുദ്ധത്തിലെ ശത്രുക്കളെ പോലെയുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വിചാരണക്കൊന്നും നേരം കിട്ടുന്നതല്ല. അതാരാണോ നമ്മളെ ആക്രമിക്കുന്നത് അവരെ നമ്മൾ തിരിച്ചും അതേപോലെയൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, ദീനിനെതിരെയൊക്കെ കലാപമുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ന്യായമായ കാരണങ്ങൾ വെച്ചല്ലാതെ നടക്കില്ല. ദാലിക്കും വസ്സാക്കും ബിഹി, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വസിയ്യത്താണ്. നമ്മൾ ഉപദേശം എന്നൊക്കെ പറയുമ്പോഴും വസിയ്യത്ത് എന്ന് പറയുന്നത് വേറെ ഒരു അർത്ഥമാനങ്ങളുള്ള കാര്യങ്ങളാണ്. കാരണം ഇതൊന്നും കാലദേശത്തിന് മാറ്റാൻ പറ്റിയ സംഗതികളല്ല. മനുഷ്യരുണ്ടോ എത്ര കാലം, അത്ര കാലം വരെയും ഇത് അള്ളാഹുവിൻ്റെ ഡയറക്റ്റ് വസിയ്യത്തായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഇല്ല അല്ലക്കും തഅക്കിലൂൻ, അത് വെറുതെ ഒരു പറച്ചിലൊന്നല്ല. നിങ്ങളുടെ അക്കല് ഉപയോഗിച്ചിട്ട് അത് ഗ്രഹിക്കാൻ വേണ്ടി ഈ പറയുന്ന ഈ മുഴുവൻ കാര്യങ്ങളും നമ്മളുടെ അക്കൽ ഉപയോഗിച്ച് നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. അക്കൽ അതിന് ഇൽമിൻ്റെ ആ കാര്യം പറയുന്നതാണ്. നിങ്ങൾ ഇൽമ് ഉണ്ടെങ്കിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് ഇതൊന്നും വെറും ഒരു വേദത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പ്രദായിക നമ്മൾ പറയുന്നൊരു വേദവാക്യം എന്ന് പറയുന്ന പോലെ വർത്താനല്ല. നമ്മളുടെ എല്ലാ ശേഷികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളുടെ സ്രഷ്ടാവ് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. ഇത് പാലിച്ചില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അള്ള പറയുന്ന ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല. നമുക്ക് നിർത്താം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.